കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതെ 73 വയസ്സുകാരെ സുഹൃത്തുക്കൾ കൊന്നു കുഴിച്ചുമൂടിയെന്ന് കണ്ടെത്തി. ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. പ്രതികളായ നിതിൻ മാത്യൂസിനും ഷർമിളയ്ക്കും വേണ്ടി പോലീസ് അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കുകയാണ്. കൊച്ചി കടവന്ത്ര സ്വദേശി സുഭദ്രയെ കാണാതായത് കഴിഞ്ഞ മാസം 4-ാം തീയതി. 6-ാം തീയതി മകൻ പോലീസിൽ പരാതി നൽകി. 7-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സുഭദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനം എത്തിയത് ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിലാണെന്ന് വ്യക്തമായി. ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന നിതിൻ മാത്യൂസിന്റെയും ഷർമിളയുടെയും വീട്ടിൽ സുഭദ്ര ഉണ്ടായിരുന്നെന്ന് അയൽവാസികൾ മൊഴി നൽകി. ഞാനൊരു ദിവസം അംഗൻവാടിയുടെ ജനലിൽ അവിടെ കൂടെ നോക്കിയപ്പോൾ അംഗൻവാടി തൊട്ടടുത്തൊരു വാഴയുണ്ട്. ആ വാഴയുടെ അവിടെ ചേച്ചി ഒരു കത്തിയുമായിട്ട് വന്ന് ഇല എടുക്കാനായിട്ട് വന്നു. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് പെട്ടെന്ന് ജനൽ വഴി നോക്കിയപ്പോൾ പറഞ്ഞ് ഞാനിവിടെ ഷർമിളയുടെ വീട്ടിൽ വന്നവരാണ്, കടവന്ത്രയിലുള്ളതാണ്, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, എനിക്ക് ഇച്ചിരി ചോറ് കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. അപ്പോൾ കാണാത്ത ഒരാളായതുകൊണ്ട് നോക്കിയത്. അങ്ങനെ അന്ന് കണ്ടെന്നല്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. സുഭദ്രയെ ഷർമിള എറണാകുളത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. തുടർന്ന് അന്വേഷണം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറി. ഇന്നലെ പോലീസ് നായയെ എത്തിച്ച് മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ഇന്ന് പുറത്തെടുത്തു. കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ജീർണിച്ച മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എങ്ങനെ കൊലപാതകം നടത്തി എന്ന് വ്യക്തമാകൂ. സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയ ശേഷം നിതിൻ മാത്യൂസും ഷർമിളയും സ്ഥലം വിട്ടു. സുഭദ്ര ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലും ഉടുപ്പിയിലും പ്രതികൾ പണയം വെച്ചതായി പോലീസ് കണ്ടെത്തി. ഉടുപ്പിയിലടക്കം തിരച്ചിൽ ഊർജിതമാണ്. ആലപ്പുഴ കോർത്തശ്ശേരിയിലെ വീട്ടിലേക്ക് സുഭദ്രയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ 4 പേർ കൂടി ഒപ്പമുണ്ടായിരുന്നു എന്നാണ് അയൽക്കാരന്റെ മൊഴി. ഇതിലുൾപ്പെടെ പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 ആലപ്പുഴ.